നമസ്കാരം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചു, അല്ലേ? അതെ, തികച്ചും അപ്രതീക്ഷിതമായ ചരിത്രപരമായ ഒരു അട്ടിമറിയാണ് നമ്മൾ കണ്ടത്. കൃത്യമായ ഡാറ്റയുടെയും പ്രചാരണ വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് ഈ വിശകലനത്തിലൂടെ ഒന്ന് പരിശോധിക്കാം. തുടങ്ങുന്നതിനു മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. അരനൂറ്റാണ്ടോളം നീണ്ടുനിന്ന ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യം അത് വെറും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് കേരള രാഷ്ട്രീയത്തിലുണ്ടായ വലിയൊരു ഭൂകമ്പത്തിന്റെ കഥ നമ്മൾ തുടങ്ങുന്നത്. 0. അതെ, വെറും 0. ഈയൊരൊറ്റ സംഖ്യ മതി കാര്യങ്ങളുടെ കിടപ്പ് വ്യക്തമായി മനസ്സിലാക്കാൻ. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇന്ത്യയിലിപ്പോൾ എത്ര സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അധികാരത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം 0. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ പൂർണ്ണമായും മാറ്റിയെഴുതുന്ന ആരും പ്രതീക്ഷിക്കാത്തൊരു കണക്കാണിത്. ചരിത്രപരമായ ഒരു രാഷ്ട്രീയ അട്ടിമറി. ഈ ഒരു വലിയ അട്ടിമറിയുടെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ തകർക്കപ്പെട്ട ആ ചരിത്രത്തിന് നാഴ്വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 1964 CPIM സ്ഥാപിതമായി. അധികം വൈകാതെ 1967 കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. പിന്നീടങ്ങോട്ട് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അവർ ശക്തമായ സർക്കാരുകൾ രൂപീകരിച്ചു. അങ്ങനെ ആ വിജയക്കുതിപ്പ് തുടരുന്നതിനിടയിലാണ് 2026 ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അഥവാ LDF അവരുടെ അവസാനത്തെ കോട്ടയിലും പരാജയപ്പെടുന്നത്. 50 വർഷത്തോളം നീണ്ടൊരു വലിയ രാഷ്ട്രീയ ചരിത്രത്തിനാണ് അവിടെ പെട്ടെന്ന് വിരാമമായത്. ഇനി നമുക്ക് പ്രധാന മുന്നണികളെക്കുറിച്ചും അവർ തമ്മിൽ നടന്ന ആ കടുത്ത ത്രികോണ മത്സരത്തെക്കുറിച്ചും നോക്കാം. ഭരണകക്ഷിയായ LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അവരുടെ മുൻകാല വികസന നേട്ടങ്ങളും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വവും ഉയർത്തിക്കാട്ടിയാണ്. നവകേരളം എന്ന ആശയവും അതിനൊപ്പം മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന വളരെ ആത്മവിശ്വാസം നിറഞ്ഞ മുദ്രാവാക്യവും മുൻനിർത്തി ഭരണം എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ അവർക്കേറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDF ആയിരുന്നു. VD സതീശന്റെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം പരമാവധി മുതലെടുക്കാനാണ് അവർ ശ്രമിച്ചത്. ഇന്ദിരാ ഗ്യാരണ്ടികളെന്ന പേരിൽ വലിയ ജനക്ഷേമ വാഗ്ദാനങ്ങൾ നൽകി കേരളം ജയിക്കും, UDF നയിക്കുമെന്ന മുദ്രാവാക്യവുമായി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതുകൂടാതെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA വളരെ ശക്തവും അഗ്രസീവുമായ ഒരു പ്രചാരണമാണ് ഇത്തവണ കാഴ്ചവെച്ചത്. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ മാറാത്തത് ഇനി മാറും എന്നൊരു മുദ്രാവാക്യം അവർ ഉയർത്തിക്കൊണ്ടുവന്നു. കേരള രാഷ്ട്രീയത്തിലെ ഈ ഒരു ഇരുമുന്നണി വ്യവസ്ഥയെ തകർത്ത് ഒരു വലിയ മുന്നേറ്റം നടത്തുക എന്നത് തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും വാഗ്ദാനങ്ങളും. 27 ദശലക്ഷം വരുന്ന വോട്ടർമാർക്ക് മുന്നിൽ ഈ 3 മുന്നണികളും കൃത്യമായി എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ 3 മുന്നണികളും തമ്മിൽ നടന്ന കടുത്ത മത്സരമാണ്. 3 പേരും ഒരുപോലെ 3000 രൂപയുടെ ക്ഷേമ പെൻഷനുകൾ ഉറപ്പു നൽകി. അതുമാത്രമല്ല, സ്ത്രീ ശാക്തീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, പിന്നെ തൊഴിലവസരങ്ങൾ എന്നിവയിലൊക്കെ വളരെ ആകർഷകമായ സാമ്പത്തിക സഹായങ്ങളാണ് അവർ ജനങ്ങൾക്ക് മുന്നിൽ വച്ചത്. ആരും ഒട്ടും പിന്നിലായിരുന്നില്ല എന്ന് സാരം. ഇനി കാര്യങ്ങൾ അക്കങ്ങളിലൂടെ ഒന്ന് നോക്കാം. 79.7% എന്ന മികച്ച പോളിംഗിലൂടെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ തീരുമാനം രേഖപ്പെടുത്തി കഴിഞ്ഞു. വോട്ടെണ്ണൽ ദിനത്തിൽ പുറത്തുവന്ന കണക്കുകൾ ശരിക്കും നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്നോ? UDFന് ലഭിച്ച ചരിത്രപരമായ ഭൂരിപക്ഷമാണിത്. കേവല ഭൂരിപക്ഷത്തിനു വേണ്ടത് വെറും 71 സീറ്റുകളാണ്. എന്നാൽ ആകെയുള്ള 140-ൽ 102 സീറ്റുകളും നേടി അവർ വമ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഭരണത്തിലുണ്ടായിരുന്ന LDF വെറും 35 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയപ്പോൾ NDA 3 സീറ്റുകൾ നേടി വരവറിയിച്ചു. കഴിഞ്ഞ തവണത്തെ കണക്കുകളുമായി ഇതൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ഭരണകക്ഷിയായ LDFന്റെ തകർച്ച എത്രത്തോളം വലുതാണെന്ന്. കഴിഞ്ഞ തവണത്തേക്കാൾ 64 സീറ്റുകളാണ് അവർക്ക് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടത്. അതേസമയം UDF 61 സീറ്റുകൾ അധികം നേടി ശക്തമായി തിരിച്ചുവന്നു. ഒപ്പം NDA തങ്ങളുടെ അക്കൗണ്ട് തുറക്കുകയും 3 സീറ്റുകൾ നേടുകയും ചെയ്തു. ജനങ്ങളുടെ ജനപ്രിയ വോട്ട് വിഹിതം അഥവാ പോപ്പുലർ വോട്ട് ഷെയർ നോക്കിയാലും ഈ വലിയ മാറ്റം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയൊരു ഏകീകരണത്തിന്റെ പിൻബലത്തിൽ UDF 46.5% വോട്ടുകൾ നേടി ആധിപത്യം ഉറപ്പിച്ചു. LDFന് 37.6%വും NDAയ്ക്ക് 14.2% വോട്ടുകളാണ് നേടാനായത്. ഇനി ഈ വൻ അട്ടിമറിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സർക്കാരിനെതിരെ ഉണ്ടായ ഈ വൻ വീഴ്ച താഴെത്തട്ടിലുള്ള നേതാക്കളെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം.
ഈ കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. നിലവിലെ LDF മന്ത്രിസഭയിലെ 21 മന്ത്രിമാരിൽ 13 പേരും പരാജയപ്പെട്ടു. ജനങ്ങളുടെ പ്രതികരണം എത്രത്തോളം ശക്തമായിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെപ്പോലുള്ള വളരെ പ്രമുഖരായ നേതാക്കൾക്ക് പോലും തങ്ങളുടെ സീറ്റുകൾ നിലനിർത്താനായില്ല എന്നത് ജനങ്ങളുടെ മനോഭാവത്തിലുണ്ടായ വലിയൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. കാര്യങ്ങൾ LDFന് കൂടുതൽ വഷളാക്കിയത് വിമത സ്ഥാനാർത്ഥികളുടെ അപ്രതീക്ഷിത മുന്നേറ്റമാണ്. കണ്ണൂരിലെ CPIMന്റെ പരമ്പരാഗത കോട്ടകളിൽ പോലും വലിയ വിള്ളലുകളുണ്ടായി. ഇതിൽ ഏറ്റവും എടുത്തുപറയേണ്ടത് മുതിർന്ന നേതാവായ G. സുധാകരൻ അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് 27,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചതാണ്. ഈ കനത്ത തിരിച്ചടികൾക്കൊടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉടൻ തന്നെ രാജിവെക്കേണ്ടി വരികയും ചെയ്തു. അടുത്തതായി 3 എന്ന സംഖ്യ. ഈ സംഖ്യ NDAയുടെ തന്ത്രപരമായ വലിയൊരു മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത്. നിയമസഭയിൽ ഇതുവരെ അവർക്കുണ്ടായിരുന്ന വരൾച്ച അവസാനിപ്പിച്ചുകൊണ്ട് നേമം, കഴക്കൂട്ടം, പിന്നെ ചാത്തന്നൂർ എന്നീ 3 മണ്ഡലങ്ങളിൽ അവർ വളരെ മികച്ച വിജയം സ്വന്തമാക്കി. ഇത് കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന പുതിയൊരു മാറ്റത്തെ കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു വലിയ ചോദ്യമുണ്ട്. പരമ്പരാഗതമായ കോട്ടകൾ തകരുകയും 50 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുകയും ചെയ്ത ഈ ഒരു പുതിയ സാഹചര്യത്തിലെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയും വരുംകാല തിരഞ്ഞെടുപ്പുകളും ഇനി എങ്ങനെയായിരിക്കും? ഈ പുതിയ മാറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ നയങ്ങളെ ഇനി എങ്ങനെയാകും സ്വാധീനിക്കുക? അത് വരുംകാലങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈയൊരു വിവരണം നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് കരുതുന്നു. കണ്ടതിനും കേട്ടതിനും നന്ദി.